ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് മിയക്കുട്ടീനെയും കൊണ്ടാണ് കേട്ടോ. മിയക്കുട്ടീനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പം ഇന്നലെ ഞാൻ അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് പേടിച്ചിങ്ങനെ മാറി നിന്നു. എന്നിട്ട് കുറേ പേര് ചോദിച്ചു, ഞങ്ങൾക്ക് വളർത്താനൊക്കെ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊക്കെ കാണുമ്പോൾ, പക്ഷേ ഇതിങ്ങനെ ഉപദ്രവകാരിയാണെന്ന് പറയുന്നു, എല്ലാവരെയും കടിക്കും, തീറ്റ കൊടുക്കുന്നവരെയൊക്കെ കടിക്കുമെന്ന് പറയുന്നു, അതുകൊണ്ട് പേടി ഇതിനെ വളർത്താൻ. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഈ കാറിൽ ഇങ്ങനെ കൊണ്ട് നടക്കാൻ പേടിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതിൻ്റെ കൂടി ഒരു ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം റോട്ട് വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത് ഇതൊരു ഉപദ്രവകാരിയാണ്, അത് എല്ലാവരെയും കടിക്കും, ഭക്ഷണം കൊടുക്കുന്നവരെയൊക്കെ കടിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് വെറുതെയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ ഇവർക്കിടെ പ്രത്യേകതയൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാന്നൊരു പ്രശ്നമുള്ളത്. അപ്പം ഇവർക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. അതിപ്പം നമ്മൾ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇവൾ കളിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പിള്ളേരെ പോലെ ഉള്ളൊരു കാട്ടായൊക്കെയാണ് ഇവർ കാണിക്കാറുള്ളത്. ഇപ്പോൾ ഇവളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 8 മാസത്തിന് മേളിലായി. അപ്പോൾ കുഞ്ഞിലെ ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നത്, കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു പുള്ളിക്കാരിക്ക്. ഭക്ഷണം ഒരു കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. പിന്നെ ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും തിന്നോളും, അല്ലാണ്ട് ഇന്നത് തന്നെ തിന്നത്തുള്ളൂ അങ്ങനെയൊന്നും ഇവളിൽ നിന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഒരാളോടെ ഇഷ്ടമുള്ളൂ, അത് അവളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളോട് കൂടുതലൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ആൾ മാത്രമേ അവർ അടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. വേറൊരാൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആ ഒരു മൂളലും ഒക്കെ ഉണ്ട്. അതും കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം അവർക്ക് ഇഷ്ടമില്ലാന്ന്. പിന്നെ അത് മനസ്സിലാക്കാൻ നമ്മൾ ആ പാത്രത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പിടിക്കുകയൊക്കെ ചെല്ലുമ്പോഴാണ് അവർ കടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ അവരുടെ ഓണറാണെങ്കിൽ ശരി, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, നമുക്കിവരെ വളർത്താം. പിന്നെ ഇങ്ങനെ കൂട്ടി തന്നെ ഇട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു പിരിമുറുക്കം ഉണ്ടാകും. അവരിങ്ങനെ ആ ഒരു ഇത് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദിവസം അഴിച്ചു വിടാൻ പറ്റുമെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് അഴിച്ചു വിട്ട് അവരുടെ കൂട്ടത്തിലൊന്ന് നമ്മളൊന്ന് കളിക്കുക, അപ്പോൾ അവരെ ഒന്ന് കെയർ ചെയ്യുക, ഒന്ന് കുളിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ അവർക്ക് ആ ഒരു ശരിക്കും ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും. പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്, അവളെയും കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇവർക്കൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പിടിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ടാർഗറ്റ് ചെയ്തവരിങ്ങനെ അനങ്ങാതെ പമ്മി അങ്ങ് ഇരുന്നേക്കും. അതിങ്ങനെ അടുത്ത് വരുന്നത് വരെ അനങ്ങാതിരുന്നിട്ട് ഒറ്റ ചാട്ടത്തിന് പിടിക്കും. പിടിച്ചാൽ പിന്നെ പിടിവിടത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം കഴിവതും ചെറിയ മൃഗങ്ങൾ, കോഴി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവരുടെ അടുത്തോട്ട് പോകാതെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് റോട്ട് വീലറിൻ്റെ പ്രത്യേകത. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ മിയക്കുട്ടീനെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്